പണ്ട് നമ്മൾ ഫൈനൽ കളിക്കുമ്പോൾ സച്ചിൻ കളിച്ചാൽ നമ്മൾ ജയിക്കും, അതുപോലെ തന്നെ വിരാട് കളിച്ചാൽ നമ്മൾ ജയിക്കും. അതേ ഒരു ആരാധകർക്ക് അങ്ങനെ പ്രതീക്ഷ സഞ്ജു സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവാണ് നാളത്തെ മാച്ചിലെ യഥാർത്ഥത്തിൽ നമ്മൾ ഹീറോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾ. സഞ്ജുവിന്റെ സ്റ്റൈൽ തന്നെ മാറി. അതാണ് നമുക്ക് വലിയ പ്രതീക്ഷയാണ് കാര്യം സഞ്ജു വളരെ നിയന്ത്രണത്തോടെയാണ് ആക്രമിക്കുന്നത്. പഴയ ശൈലിയൊക്കെ ആക്രമിക്കുന്നുണ്ട്, പക്ഷെ നിയന്ത്രണത്തോടെയാണ് ആക്രമിക്കുന്നത്. അയാൾ ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നു, അയാൾ സിംഗിൾ എടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ഇന്നിങ്സ് ഈ സെമിയിലും സൂപ്പർ 8 വെസ്റ്റ് ഇൻഡീസും ആയിട്ടുള്ള മാച്ചിൽ കളിച്ച പോലെ ഒരു ഇന്നിങ്സ് സഞ്ജുവിൽ നിന്നുണ്ടായാൽ പിന്നെ ന്യൂസിലാൻഡിന് ഒരു രക്ഷയില്ല, കപ്പ് ഇന്ത്യക്ക് തന്നെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതില് മറ്റേ വിജയരാഘവനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഒരു മൊമെന്റ് ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു. അതേപോലെ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു മലയാളികൾക്ക് എല്ലാവർക്കും തന്നു, അതും ഫൈനലിൽ ആവർത്തിക്കുന്നു തന്നെയാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ കാര്യം വെച്ചാൽ സഞ്ജു ഇത്തരത്തിലുള്ള ഇന്നിങ്സുകൾ പ്രാപ്തനാണ്. പക്ഷെ പുള്ളി അങ്ങനെയല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുള്ളിയുടെ നാച്ചുറൽ ഗെയിം അല്ല പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു പതിറ്റാണ്ടിൽ സഞ്ജു ഇന്ത്യൻ കുപ്പായം അടിച്ചിട്ട് ഒരു പതിറ്റാണ്ടായി. ഇതേ ഇപ്പം ഈ 2 മാച്ചിൽ കളിച്ച സ്റ്റൈലാണ് പുള്ളി സ്വീകരിച്ചിരുന്നെങ്കിലല്ലോ പുള്ളി ഇപ്പം ലെജൻഡറി പദവിയിലേക്ക് സച്ചിനെയും കോഹ്ലിയും പോലെ ലെജൻഡറി പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞെങ്കിൽ പല മാച്ചുകളും ഇന്ത്യക്ക് വേണ്ടി പുള്ളി വിൻ ചെയ്തിരിക്കും. പക്ഷെ ഇപ്പോഴാണ് പുള്ളി ശരിക്കും പുള്ളിയായിട്ട് കളിക്കുന്നത്. ആ സഞ്ജു സെമിയിലും സൂപ്പർ 8ലും കളിച്ച കളി ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതാണ്.